ഇല്ല, നിലവിൽ നമ്മൾ ചെയ്യുന്ന ഈ സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ മൊത്തം ഇലക്ട്രിക്കലി പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന AC ബോക്സ് ആണെങ്കിലും DC ബോക്സ് ആണെങ്കിലും അതിൽ SPD എന്ന് പറയുന്നൊരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്നാണ് പറയുക. കൂടുതൽ ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്ന സമയത്ത് ആ ഒരു ഡിവൈസ് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് കൂടാതെ നമ്മൾ ചെയ്യുന്ന ഏത് ഇൻവെർട്ടർ ആണെങ്കിലും ആ ഒരു ഇൻവെർട്ടറിനകത്ത് ക്ലാസ് 2 SPD നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കുറച്ച് ആംബിയർ കൂടുതൽ വരുന്ന വോൾട്ടേജ് ആണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെർട്ടറിനകത്ത് തന്നെ നമ്മൾ ക്ലാസ് 2 SPD യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഓരോ ഇൻവെർട്ടറും ഓരോ വോൾട്ടേജ് സെറ്റ് ചെയ്യും. അതായത് ഓരോ പ്ലാന്റിൻ്റെ ഇൻവെർട്ടറിനകത്തും ഓരോ വോൾട്ടേജ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ആ വോൾട്ടേജിൽ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുവാണെങ്കിൽ ഇൻവെർട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവാനുള്ളൊരു സിസ്റ്റം ഇൻവെർട്ടറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഇഷ്യൂ അല്ലെങ്കിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇൻവെർട്ടറിനോ അല്ലെങ്കിൽ നമ്മളെ ഈ സോളാർ പ്ലാന്റിനോ ഒന്നും സംഭവിക്കുന്നില്ല. കേരളത്തിൽ മെയിൻലി 2 ടൈപ്പ് സീസണാണ്. ഒന്ന് മൺസൂൺ, വേറെ ഒന്ന് സമ്മർ. ഇപ്പോൾ സമ്മറിൽ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പൊടി പാനലിൻ്റെ പുറത്ത് വരിക, അതാണ് മെയിൻ ഇഷ്യൂ. അത് നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് മൺസൂൺ. മൺസൂണിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഒന്ന് വിൻഡ്, സെക്കൻഡ് ക്ലൗഡ്സ്. വിൻഡിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചർ, ഒരു BOS സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. വിൻഡ് ലോഡ് ടെസ്റ്റ് എല്ലാം നടത്തി ഒരു സ്ട്രക്ചർ ചെയ്യുവാണെങ്കിൽ വിൻഡ് ഒരു ഇഷ്യൂവേ അല്ല. അതല്ലാതെ പാനൽസ് മാനുഫാക്ചറിങ് സൈഡിൽ വിൻഡ് ലോഡ് ടെസ്റ്റ് ചെയ്താണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 140 km/h വിൻഡ് സ്പീഡ് താങ്ങുന്ന രീതിയിലാണ് ഈ പാനൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൺസൂണിൽ ഫേസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ് ക്ലൗഡ്സിൻ്റെ ഷെയ്ഡ്സ്. അപ്പോൾ ആ ക്ലൗഡ്സിൻ്റെ ഷെയ്ഡ്സ് ടാക്കിൾ ചെയ്യാൻ വേണ്ടി 2 ഇന്നോവേറ്റീവ് ടെക്നോളജിയാണ് വന്നേക്കുന്നത്. ഒന്ന് ഹാഫ് കട്ട്, സെക്കൻഡ് ബൈഫേഷ്യൽ. ഇപ്പോൾ രണ്ടും കൂടി ഇൻറ്റിഗ്രേറ്റ് ചെയ്ത പാനൽസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മോണോപർക്ക് ഹാഫ് കട്ട്, അതിൻ്റെ ബൈഫേഷ്യൽ പാനൽസും ടോപ്പ് കോൺ പാനൽസും. ഈ 2 പാനൽസും നമ്മുടെ ഈ കേരളത്തിൻ്റെ കാലാവസ്ഥന് ബെസ്റ്റ് പാനൽസാണ്. മൺസൂണിൽ കേരളത്തിൽ വരുന്ന വേറെ ഒരു പ്രോബ്ലമാണ് ലൈറ്റ്നിങ്. ഇപ്പോൾ സോൾസ്റ്റെല്ലാർ ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്ലാന്റ്സിലും ലൈറ്റ്നിങ് ഒരു പ്രോബ്ലമായിട്ട് വരികയില്ല. കാരണം എന്താണെന്നാൽ നമ്മൾ നല്ലൊരു ലൈറ്റ്നിങ് അറസ്റ്റർ സിസ്റ്റമാണ് വെക്കുന്നത്. അത് പ്രോപ്പർലി ഗ്രൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ സപ്പോസ് ഇനി ഒരു ലൈറ്റ്നിങ് വന്നാൽ പോലും അത് പ്രോപ്പർലി എർത്തഡ് ആവും. അത് ഒരു രീതിയിലും സിസ്റ്റത്തിനെ ബാധിക്കില്ല. ഈ മേളിൽ പറഞ്ഞ എല്ലാ ടെക്നോളജീസും എല്ലാ പ്രിക്കോഷൻസ് എടുത്താലും പ്രൊഡക്ഷൻ മാക്സിമം ആവണമെങ്കിൽ സൈറ്റ് സർവേ പോയിന്റിൽ തന്നെ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ പ്രോപ്പർ ആയിരിക്കും. മൺസൂൺ പീരിയഡ്സിൽ, മൺസൂണിൻ്റെ മന്ത്സിൽ ഒരു 4 months ആണ് മൺസൂൺ. ആ ടൈമിൽ ഷെയ്ഡ് വരാത്ത രീതിയിൽ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്താൽ നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ കിട്ടും. ഒരു വീട്ടിൽ നമ്മൾ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ബില്ല് കണക്കാക്കുന്നത് നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടും അതുപോലെ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച കറണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു മാസത്തിൽ നമ്മൾ ഉപയോഗമാണ് കൂടുതൽ, ഉൽപ്പാദനത്തേക്കാൾ കൂടുതൽ ഉപയോഗം വരുന്നുണ്ടെങ്കിൽ കൂടുതൽ വരുന്ന യൂണിറ്റിന് മാത്രം നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ പൈസ അടച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗം കുറവും ഉൽപ്പാദനം കൂടുതലാണെങ്കിൽ ആ ഒരു യൂണിറ്റ്, അതായത് അധികമായിട്ട് വരുന്ന യൂണിറ്റ് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. KSEBയുടെ സോളാർ ബില്ലിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് April 1 മുതൽ March 31 വരെയാണ്. ഈ ഒരു സൈക്കിൾ പൂർത്തിയാവുന്ന സമയത്ത് അധികമായി ഉൽപ്പാദിപ്പിച്ച ഓരോ യൂണിറ്റിനും ഉപഭോക്താവിന് ₹3.15 വെച്ചിട്ട് മാർച്ച് മാസം തന്നെ കസ്റ്റമറിന് അല്ലെങ്കിൽ ഉപഭോക്താവിന് തിരിച്ച് ലഭിക്കുന്നതാണ്. മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ള ലേറ്റസ്റ്റ് പാനൽസ് എല്ലാം തന്നെ മാക്സിമം പ്രൊഡക്ഷൻ തരുന്നത് 1000 watts/m². ആ ഒരു സൂര്യപ്രകാശത്തിൽ മൺസൂൺ ടൈമിൽ നമ്മുടെ സൂര്യപ്രകാശം വേരി ആവും. പക്ഷേ ഈ പാനലിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുന്നത് ഒരു 200 watt/m² എത്തുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ഒരു മൂഡൽ വരുമ്പോഴാണ് ഈ പ്രൊഡക്ഷൻ നിൽക്കുക. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 5 kilowatt സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നോർമലി 20 units ആൻഡ് അബവ് ആണ് പെർ ഡേ കിട്ടുന്നത്. മഴക്കാലത്ത് അത് ഒരു 40% കുറവ്, 40 to 50% കുറവ് വരും. അതിൻ്റെ അർത്ഥം
ഒരു 10 to 15 യൂണിറ്റ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടും.